പഞ്ചീകരണം എന്നാണ് ഇതിന് പറയാം. പഞ്ചീകരണം നമ്മൾ ആദ്യം നോക്കാനുള്ളത്, ഞാനിവിടെ ഇത് ആകാശഭൂതം ആണെന്ന് വിചാരിച്ചോളൂ. ആകാശം. ഇതിന്റെ 50% ആകാശം തന്നെയായിരിക്കും. ആകാശം. ഈ 50%, ബാക്കി താഴെയുള്ള 50% നമ്മൾ ഭാഗിച്ചു. അപ്പൊ എത്രയും? ഇത് 25%, കാൽ, ഇത് കാലും, ഇതിനെ വീണ്ടും ഭാഗിച്ചു. അപ്പൊ എത്രയും? അരക്കാൽ ഭാഗം ആയി. അരക്കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ 1/8 ആണ്. അരക്കാൽ ഭാഗം. അങ്ങനെ. ഓക്കെ. ഇതിൽ ഓരോന്നും, ആകാശത്തിന്റെ ഓരോന്നും വായു, അഗ്നി, ജലം, ഭൂമി. അപ്പൊ ആകാശ തത്വം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് പകുതി, 50% ആകാശവും, അരക്കാൽ ഭാഗം വായുവും, അരക്കാൽ ഭാഗം, കാലിന്റെ പകുതി ഭാഗം, അതാണ് അരക്കാൽ പറയുന്നത്, അഗ്നിയും അതിന്റെ അരക്കാൽ ഭാഗം, അതിന്റെ അല്ല, അരക്കാൽ ഭാഗം 1/8, എല്ലാം 1/8 ആണ് കേട്ടോ. അരക്കാൽ ഭാഗത്തിന് പറഞ്ഞു. ജലവും ഭൂമിയുമാണ്. അതായത് ആകാശം എന്ന് പറഞ്ഞാൽ സിംഗിൾ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. ആകാശഭൂതത്തിന്റെ കാര്യം നമ്മൾ പരിഗണിക്കുമ്പോൾ ആകാശം പ്ലസ് ആകാശം, ആകാശം പ്ലസ് ആകാശം, ഇതൊരു അനുഭവമാണ്. ആകാശം പ്ലസ് വായു, ആകാശം പ്ലസ് അഗ്നി, ആകാശം പ്ലസ് ജലം, ആകാശം പ്ലസ് ഭൂമി. ഇങ്ങനെ 5 അനുഭവങ്ങൾ ഉണ്ടാവും. ഒരു ഭൂതത്തിന് തന്നെ 5 അനുഭവങ്ങൾ ഉണ്ട്. ഈ അനുഭവങ്ങൾ ഓരോന്നും എന്താണ് എന്ന് നമുക്ക് നോക്കാനുണ്ട്. ഇത് ക്ലിയർ ആയിക്കോളും. ഇതിന് പറയുന്ന പേര് പഞ്ചീകരണം. അപ്പൊ ആകാശഭൂതത്തിൽ 50% ആകാശവും, വായു, അഗ്നി, ജലം, ഭൂമി എന്നിവ അരക്കാൽ ഭാഗവും. അങ്ങനെ ടോട്ടൽ 100% ആകാശത്തിന്റെ. ഓക്കെ. ഇനി ഇതിൽ ഞാൻ ഓരോന്നും എഴുതി കഴിഞ്ഞതിന് ശേഷം ഈ ചിത്രം വരച്ചു വെച്ചോളൂ. ഇത് മുമ്പ് ഭഗവത്ഗീത ക്ലാസ്സിൽ, കഠോപനിഷത്ത് ക്ലാസ്സിൽ വിശദീകരിച്ചാണ്. എന്നാലും ആ ക്ലാസ് മിസ്സായവർ ഇന്ന് നോക്കിക്കോളൂ. ഇനി അടുത്തത് വായുഭൂതം ആണ്. ഇതേപോലെ തന്നെ 50%. ഇത് വായുവാണ്. വായു 50% വായു, ബാക്കി 1/8, ബാക്കി 4 ഉണ്ടാവും. ആകാശം, അഗ്നി, ജലം, ഭൂമി. ഇപ്പൊ വായു പ്ലസ് വായു ഒരനുഭവം, വായു പ്ലസ് ആകാശം വേറൊരു അനുഭവം, വായു പ്ലസ് അഗ്നി മറ്റൊരു അനുഭവം. അങ്ങനെ ഇവിടെ 5 അനുഭവം. അപ്പൊ ഇത് വായു 5 അനുഭവം. വായുതത്വം എന്ന് പറയുമ്പോൾ 5 അനുഭവങ്ങൾ. ഇത് ഓരോന്നും നമുക്ക് വിശദീകരിക്കാനുണ്ട്. അപ്പം ആകാശത്തിൽ 5, വായുവിൽ 5, 10 ആയി. 10 തത്വങ്ങൾ, അനുഭവം എന്നല്ല, തത്വങ്ങൾ എന്ന് പറയാം. ഓക്കെ. ഇതേപോലെ വായു കഴിഞ്ഞാൽ അടുത്തത് ഏതാണ്? ആര് പറയും? അഗ്നി. 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 ആകാശം, വായു, അഗ്നി. 50% അഗ്നി. ബാക്കി ഏതൊക്കെ ഉണ്ട്? ആകാശം, വായു, അഗ്നി ഇവിടെ വന്നു, ജലം, ഭൂമി. അപ്പം അഗ്നി പ്ലസ് അഗ്നി, ഈ 50%ന്റെ ഒരു തത്വം, ഒരു അനുഭവം. അഗ്നി പ്ലസ് ആകാശം, അഗ്നി പ്ലസ് വായു, അഗ്നി പ്ലസ് ജലം, അഗ്നി പ്ലസ് ഭൂമി. അങ്ങനെ ഇവിടെ 5 അനുഭവങ്ങൾ. അപ്പൊ ടോട്ടൽ 15 അനുഭവമായി ഇതുവരെ. ക്ലിയർ ആയോ? ഇതുവരെയുള്ള ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ. We'll go to next point. കണക്ക് ക്ലാസ് ആണെന്ന് തോന്നുന്നു കാണുമ്പോൾ. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ ഋഷീശ്വരന്മാർ എത്ര സൂക്ഷ്മമായിട്ടാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്.
സൃഷ്ടിയെ. അഗ്നി കഴിഞ്ഞു, അടുത്ത ഭൂതം ഏതാണ്? ജലം. അപ്പോൾ ജലം 50%, ജലഭൂതത്തിൽ 50% ജലം. പിന്നുള്ളത് 4. ആകാശം, വായു, അഗ്നി, ഭൂമി. അപ്പൊ ജലതത്വത്തിൽ, ജലഭൂതത്തിൽ ആകാശവും വായുവും അഗ്നിയും ഭൂമിയും അടങ്ങിയിട്ടുണ്ട്. ജലം പ്ലസ് ജലം, അതുപോലെ ജലം പ്ലസ് ആകാശം, ജലം പ്ലസ് വായു, ജലം പ്ലസ് അഗ്നി, ജലം പ്ലസ് ഭൂമി. ഇങ്ങനെ 5 അനുഭവങ്ങൾ വേറെ. ഭൂമി. ഭൂമി തത്വം 50% ഭൂമി. പിന്നെ ഏതൊക്കെയാണ്? ആകാശം, വായു, അഗ്നി, ജലം. അപ്പൊ ഭൂമി പ്ലസ് ഭൂമി, ഭൂമി പ്ലസ് ആകാശം, ഭൂമി പ്ലസ് വായു, ഭൂമി പ്ലസ് അഗ്നി, ഭൂമി പ്ലസ് ജലം. ഇങ്ങനെ 5 അനുഭവം. അപ്പൊ 5 × 5 ഇങ്ങനെ 25 തത്വങ്ങളെ കുറിച്ച് ശാസ്ത്രം പറയുന്നു. ഇതാണ് നമുക്ക് അനുഭവപ്പെടുന്ന സൃഷ്ടി. ഈ 25 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 25-ൽ ഏതെങ്കിലുമൊക്കെ അനുഭവത്തിന് എടുത്തു പഠിച്ച് നമ്മൾ കാര്യകാരണ സിദ്ധാന്ത പ്രകാരം അതിൻ്റെ സൂക്ഷ്മതലങ്ങളിലേക്ക് ഇറങ്ങിയാൽ ബ്രഹ്മത്തിനെ കുറിച്ച് അറിയല്ല, ഞാൻ ബ്രഹ്മമാകുന്നു എന്ന തത്വത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും, എന്ന സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അതാണ് സൃഷ്ടിയെ പഠിക്കാൻ പറയുന്നത്. ഇനി ആദ്യം വരച്ച ചിത്രത്തിലേക്ക് ഒന്ന് വരിക. ആകാശത്തിൽ അല്ല, നമുക്ക് ഭൂമിയിൽ നിന്ന് തുടങ്ങാം, സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് പോവാം. ഭൂമി പ്ലസ് ഭൂമി, അവിടെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഭൂമി പ്ലസ് ഭൂമി അസ്തി. ഭൂമി പ്ലസ് ആകാശം ശരീരത്തിലെ രോമങ്ങൾ. സമഷ്ടി തലത്തിൽ ഇതിന് സസ്യങ്ങളായിട്ടൊക്കെയാണ് പറയാം. നമുക്ക് ദേഹത്തിന്റെ തലത്തിലാണ് ഈ പറയുന്നത്. ഭൂമി പ്ലസ് വായു, ഇതൊക്കെ ഭൂമി തത്വത്തിലാണ് കേട്ടോ നടക്കുന്നത്. ഭൂമി എന്ന ഭൂതത്തിനകത്ത് മറ്റ് ഭൂതങ്ങൾ ചേരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് ഭൂമി പ്ലസ് ഭൂമി അസ്ഥി ഉണ്ട്. ഭൂമി പ്ലസ് ആകാശം രോമങ്ങൾ. ഭൂമി പ്ലസ് വായു ഞരമ്പുകൾ. അഗ്നി. ഭൂമി പ്ലസ് അഗ്നി ചർമ്മം, സ്കിൻ. ജ്യോതിഷം പഠിക്കുന്നവർക്ക് ഇത് മനസ്സിലാവും. ഭൂമി തത്വം ബുധനാണ്. ബുധനും ചൊവ്വയ്ക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചർമ്മത്തിന് അതിൻ്റെ വ്യത്യാസം കാണും. ചർമ്മത്തിൻ്റെ ഗ്ലോ കുറയും, ഡ്രൈ ആവും, ചർമ്മരോഗങ്ങൾ വരും. ഭൂമി തത്വത്തിനെ സൂചിപ്പിക്കുന്ന ഗ്രഹവും വായുതത്വത്തിനെ സൂചിപ്പിക്കുന്ന ഗ്രഹവും വീക്കാവുന്ന സമയത്ത് ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ വരും. ഇങ്ങനെയൊക്കെയാണ് ജ്യോതിഷത്തിൽ അതിനെ അനലൈസ് ചെയ്യുക. ഭൂമി പ്ലസ് ജലം ആണ് മാംസം. ശരീരത്തിലെ മാംസം നമ്മുടെ ദേഹത്തിലുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഭൂമി തത്വവുമായിട്ട് നമ്മുടെ ദേഹവും ഇങ്ങനെയൊക്കെയാണ് ബന്ധിച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് പോവാം, കുറച്ചുകൂടി സൂക്ഷ്മതലത്തിലേക്ക് പോവാം. ഭൂമി തത്വത്തിൻ്റെ അതിനേക്കാൾ സൂക്ഷ്മമായിട്ടുള്ള തത്വം ജലം.
ജലം പ്ലസ് ജലം, ഇതാണ് ശരി. മൂത്രം, ജലം പ്ലസ് ആകാശം, ശുക്ലം, ജലം പ്ലസ് വായു, രക്തം, ജലം പ്ലസ് അഗ്നി, വിയർപ്പ്, ഒക്കെ ധ്യാനിക്കാൻ വേണ്ടി, മനന പ്രക്രിയയ്ക്ക് വേണ്ടി ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത്, ദേഹബോധത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ആത്മബോധത്തിലേക്ക് എത്താനുള്ള റൂട്ടുകളാണ് പറഞ്ഞു തരുന്നത്. ജലതത്വം പ്ലസ് ഭൂമി തത്വം എന്തായി? മജ്ജ. നെക്സ്റ്റ്, ജലതത്വത്തിനേക്കാളും സൂക്ഷ്മമായിരിക്കുന്ന തത്വം അഗ്നിതത്വം. അഗ്നിതത്വം പ്ലസ് അഗ്നിതത്വം, ഈ അനുഭവമാണ് നിദ്ര. കുറച്ചുകൂടി സൂക്ഷ്മമായ അനുഭവം, നിദ്ര. അഗ്നിതത്വം പ്ലസ് ആകാശതത്വം, സംഗമം, കൂടിച്ചേരൽ. അഗ്നി പ്ലസ് വായു, ആലസ്യം, ക്ഷീണം. അഗ്നി പ്ലസ് ജലം, ദാഹം. ദാഹത്തിന് തൃഷ്ണ എന്ന് പറയും. ഇത് നമുക്ക് ദാഹം എന്ന രീതിയിലാണ് അനുഭവപ്പെടുന്നത് ശരീരത്തിൽ. അഗ്നി പ്ലസ് ഭൂമി, വിശപ്പ്. വിശപ്പായിട്ട് അനുഭവപ്പെടുന്നു. അനുഭവങ്ങളിലൂടെ ഈശ്വരനെ കാണാനുള്ള ശ്രമം, ഇങ്ങനെയൊക്കെ നടക്കേണ്ടത്. അഗ്നിയേക്കാൾ സൂക്ഷ്മമായത് വായു. വായു പ്ലസ് വായു, ഓട്ടം. വായു പ്ലസ് ആകാശം, ചാട്ടം. വായു പ്ലസ് അഗ്നി, നടക്കുക, നടപ്പ് എന്നെഴുതാം. വായു പ്ലസ് ജലം, ഇരിക്കുക. വായു പ്ലസ് ഭൂമി, കിടക്കുക, കിടപ്പ്. ശരീരത്തിന്റെ ചലനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങളാണ് ഇതൊക്കെ. ഇനി ഏറ്റവും സൂക്ഷ്മമായ തലം ആകാശം, മനസ്സിന്റെ തലത്തിലേക്കാണ് പോകുന്നത്. അടുത്ത അനുഭവങ്ങൾ ആകാശം പ്ലസ് ആകാശം, മോഹം. ഏറ്റവും സൂക്ഷ്മമായ തലത്തിലെ അനുഭവമാണ്. ആകാശം പ്ലസ് വായു, ലജ്ജ. ഉൾവലിയാനുള്ള ശ്രമമാണ് ലജ്ജ എന്ന് പറഞ്ഞാൽ. ആകാശം പ്ലസ് അഗ്നി, ഭയം.
ആകാശം പ്ലസ് ജലം ദ്വേഷം, വെറുപ്പ് തോന്നുക, അകൽച്ച തോന്നുക, അതിനൊക്കെ ദ്വേഷം പറയാം. ആകാശം പ്ലസ് ഭൂമി രാഗം, ഇഷ്ടം തോന്നാം. നമ്മൾ ഇതിനൊക്കെ അടിമപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഈ തത്വത്തിന് അടിമപ്പെട്ട് ജീവിക്കുകയാണ്. ഈ ഫീലിംഗ് ഒക്കെ അകത്ത് വരുന്ന സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ തലത്തിൽ ഈ ഭൂതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഭഗവാൻ പറയുന്നത് ഭഗവത്ഗീതയിൽ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുമായിട്ട് ചേർന്നിരിക്കുന്നത് ഓർമ്മിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇതൊന്ന് മാറി നിൽക്കാൻ പറ്റും, ഡിറ്റാച്ച് ആവാൻ പറ്റും. അപ്പോൾ നമ്മൾ ആത്മതത്വത്തിലേക്ക് എത്തും. ഇതിനാണ് പഞ്ചീകരണം. ഇങ്ങനെ 5 ഭൂതങ്ങൾ ചേർന്ന് 5 അനുഭവങ്ങൾ. അപ്പം അങ്ങനെ 25 കാര്യങ്ങൾ ആണ് പഞ്ചീകരണം എന്നൊരു ഇതിലൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഇത് വിവേക ചൂടാമണിയായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത്ര വിശദമായിട്ട് നമ്മുടെ ജീവിതത്തിനെ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഒരു സയൻറ്റിസ്റ്റ് പഠിച്ചത്. ഇപ്പം തന്നെയുള്ളവർക്ക് തന്നെ മനസ്സെന്താണെന്ന് കൃത്യമായിട്ട് അറിയാത്ത മനഃശാസ്ത്രജ്ഞന്മാരാണ് ഇപ്പോഴും ഉള്ളത് ഭൂമിയിൽ. ഇത് ഓരോ വ്യക്തിയുടെ അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പം നമുക്കെന്താണ് നമ്മുടെ വ്യക്തിപരമായ തലത്തിൽ നിന്ന് ഉയർന്ന് ആത്മാവിൻ്റെ തലത്തിലേക്ക് ഉയരാൻ സാധിക്കും.